DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. DTH മേഖലകളിലുള്ള പുതിയ മോഡൽ ബോക്സുകൾ, പുതിയ റീചാർജ് ഓഫറുകൾ, പുതിയ കണക്ഷൻ ഓഫറുകൾ, പുതിയ തരം ബോക്സുകൾ ഇറങ്ങിയാൽ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഈ യൂട്യൂബ് ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് അതിനെപ്പറ്റിയാണ്. കാരണം എനിക്കിപ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിൽ ഭൂരിപക്ഷം മെസ്സേജുകളും സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ്. അപ്പോൾ കാരണം എയർടെൽ ഡിജിറ്റൽ TV എക്സ്ട്രീം ബോക്സ് ഇറക്കിയിട്ടുണ്ട്, ടാറ്റ ബിഞ്ച് പ്ലസ് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ ഡിഷ് TV അല്ലെങ്കിൽ വീഡിയോകോൺ അവർ വാച്ച് ഓൺ മറ്റുള്ളൊരു ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ സൺ ഡയറക്റ്റ് ഇതുവരെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിയിട്ടില്ല. സൺ ഡയറക്റ്റ് ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഈ വിളിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികളിൽ ആൻഡ്രോയിഡ് ബോക്സ് ഉപയോഗിക്കുമ്പോൾ മിനിമം ഒരു 160 അല്ലെങ്കിൽ 200 രൂപ മന്ത്ലി റീചാർജ് ചെയ്ത് അതിൻ്റെ കൂടെ മാത്രമാണ് നമുക്ക് ഈ ആൻഡ്രോയിഡ് പരിപാടികൾ ഉപയോഗിക്കാൻ പറ്റുക. പക്ഷേ സൺ ഡയറക്റ്റിന് ഒരു മാസത്തേക്ക് 59ൻ്റെ പ്ലാൻ ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ ഇത് സൺ ഡയറക്റ്റ് ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിയാൽ അത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ചെറിയ ചിലവിൽ ആൻഡ്രോയിഡ് പരിപാടികൾ ഉപയോഗിക്കാനും പറ്റും, അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യമുള്ള ചാനലുകളൊക്കെ കാണാനും പറ്റും. അതുപോലെ തന്നെ റീചാർജിലൊക്കെ ഒരുപാട് മറ്റുള്ള DTHനെ അപേക്ഷിച്ച് ലാഭമാണ്. അപ്പം എനിക്ക് മെസ്സേജ് വരുന്നത് ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പം കുറേ ആയി മെസ്സേജ് വരുന്നത്, ഇപ്പം ലാസ്റ്റോട്ടായിട്ട് ഇപ്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് എന്നാണ് മാർക്കറ്റ് ലഭ്യമാവുക, അല്ലെങ്കിൽ എന്നാണ് അവർ ലോഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ന്യൂസാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ വാട്സപ്പിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയും എനിക്കറിയുന്നൊരു കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് വരുന്നുണ്ട്, അത് സത്യമാണ്. അതിനെ പറ്റിയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ കമ്പനീൻ്റെ ആളെ വെച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി വരുന്നത് പുതിയ മോഡൽ ബോക്സ് ആൻഡ്രോയിഡ് തന്നെയാണ്. ലേറ്റസ്റ്റ് മോഡൽ മാറുമ്പോൾ അത് ആൻഡ്രോയിഡ് തന്നെയാണ് മാറുന്നത്. അതിൻ്റെ പാക്കേജോ ഡീറ്റെയിൽസോ ഒന്നും ഇതുവരെ ആരും ഒന്നും പുറത്തുനിന്ന് വിട്ടിട്ടില്ല. 59ൻ്റെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ ഏത് പ്ലാനും അതിൽ ചെയ്യാൻ പറ്റും. അതിന് ആൻഡ്രോയിഡ് ബോക്സ് ആയതുകൊണ്ടോ അങ്ങനെ കണ്ട വേറെ ബോക്സ് ആയതുകൊണ്ടോ അങ്ങനത്തെ പ്ലാന് മാറ്റങ്ങളൊന്നുമില്ല. 4K ബോക്സ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഒപ്റ്റിക്കലി HDMI AV ഈ 3 ഔട്ടും ലഭ്യമാണ്. ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. കാരണം അവർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ഓരോ കമ്പനികളും ഇതുപോലെ തന്നെ പല പരീക്ഷണം നടത്തിയാണ് നമുക്ക് മാർക്കറ്റിൽ അയക്കുക. അപ്പോൾ ഈ നിലവിൽ അവർ ആൻഡ്രോയിഡിൻ്റെ പരിപാടി തന്നെയാണ്. പുതിയ ബോക്സ് വരുന്നത് ആൻഡ്രോയിഡ് ബോക്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപക്ഷെ മറ്റുള്ള DTHൻ്റെ ബോക്സിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പ്രോഫിറ്റ് നൽകുന്നൊരു ആൻഡ്രോയിഡ് ബോക്സ് കൂടിയാണ്. സൺ NXT ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ആൻഡ്രോയിഡ് ബോക്സുകളിൽ സൺ NXT ഒക്കെ ഇൻക്ലൂഡ് ആയെന്ന് പറയുമ്പോൾ നമ്മളൊരു മന്ത്ലി ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൺ ഡയറക്റ്റ് നെറ്റ്വർക്കിൻ്റെ എല്ലാ ചാനലും 4K വരെ നമുക്ക് അവർ നൽകുന്നുണ്ട്. സൺ ഡയറക്റ്റിൻ്റെ എല്ലാ ചാനലും 4K ഇല്ലെങ്കിൽ കൂടി സൺ TV, KTV, സൺ മ്യൂസിക് ഒക്കെ അവർ സൺ NXT വഴി ആപ്ലിക്കേഷൻ വഴി 4K ആയിട്ട് കൊടുക്കുന്നുണ്ട്. മന്ത്ലി വെറും 50 രൂപ മാത്രമേ ഉള്ളൂ അതിന് ചിലവ്. അതൊരു പക്ഷേ ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് ലാഭമാണ്. മറ്റുള്ള സൺ നെറ്റ്വർക്കിൻ്റെ എല്ലാ ചാനലും നമുക്ക് HD ആയിട്ടും ഇതിൽ ഇൻ്റർനെറ്റ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം നമുക്ക് പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഇത് എൻ്റെ അഭിപ്രായത്തിൽ 3-4 മാസം കൊണ്ട് ഇതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ലോഞ്ചിങ് വരും. കാരണം എന്നാൽ മറ്റുള്ള DTHൻ്റെ ആൻഡ്രോയിഡ് ബോക്സുകളാണ് ഇപ്പം കൂടുതൽ വിറ്റഴിച്ച് പോകുന്നത്. ഇപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ നോർമൽ ഇഷ്ടം പോലെ HD ബോക്സുകൾ വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ കൂടി ആൻഡ്രോയിഡ് ബോക്സിനാണ് ഇപ്പം കൂടുതൽ ആൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ബോക്സുകളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ മെസ്സേജുകളാണ് ഗൂഗിളിലെ ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ബോക്സ് എന്ന് ഇറങ്ങുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് വരുന്ന ബോക്സ് ഇനി ആൻഡ്രോയിഡ് ബോക്സ് തന്നെയാണ്, അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന പരിപാടികളൊക്കെ ഇതിന് 4K ബോക്സ് ആണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒപ്റ്റിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ 59 രൂപയുടെ റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരൊരു ചരിത്രമായി മാറും. അപ്പം എനിക്ക് മെസ്സേജ് അയച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ കാത്തിരിക്കുക, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഈ സൺ ഡയറക്റ്റിൻ്റെ ബോക്സിൻ്റെ ലോഞ്ചിങ് ഒക്കെ പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നിങ്ങൾ എന്തായാലും ഉപകാരപ്പെടും. കാരണം ഈ ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പം വേറെ ബോക്സിനെ പറ്റിയല്ല ചോദിക്കുന്നത്, സൺ ഡയറക്റ്റിൻ്റെ ആൻഡ്രോയിഡ് ബോക്സാണ്. ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് റീപ്ലൈ അയച്ച് മടുത്തിട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പം എന്നിറങ്ങുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്പോട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ.